നമസ്കാരം പ്രിയമുള്ളവരെ. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുവാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ രണ്ട് സ്ഥാനാർത്ഥികളുടെ കോൺഫിഡൻ്റാണ്, അവരുടെ ആത്മവിശ്വാസമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിലൊന്ന് ധർമ്മടത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച അബ്ദുൾ റഷീദിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അദ്ദേഹം മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒക്കെ അദ്ദേഹം വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ധർമ്മടത്തെ പോലെ വലിയ സ്വാധീന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അവരുടെ മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുന്ന CPM പാർട്ടി ഗ്രാമങ്ങളുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ആ മണ്ഡലത്തിൽ എങ്ങനെ അബ്ദുൾ റഷീദ് ഇത്രത്തോളം ഒരു ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നു എന്ന കാര്യത്തിൽ അതിശയോക്തിയുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരും ഒരു കോൺഫിഡൻറ്റ് വെച്ചു പുലർത്തുന്നു എന്നാണ് യാഥാർത്ഥ്യം. അവരും ഒരു പക്ഷേ അബ്ദുൾ റഷീദ് ധർമ്മടത്ത് നിന്ന് വിജയിച്ചേക്കാം എന്ന രീതിയിൽ പ്രതികരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ച് വളരെ ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ പിണറായി വിജയൻ പോലും പരാജയപ്പെട്ടാൽ അത്ഭുതമില്ല എന്ന രീതിയിൽ PV അൻവറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, ഇതേ രീതിയിൽ കോൺഫിഡൻറ്റ് പ്രകടിപ്പിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി അദ്ദേഹം PV അൻവറാണ്. ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി. അദ്ദേഹം ഇന്ന് പറയുന്നത് ബേപ്പൂരിൽ താൻ പരാജയപ്പെട്ടാൽ തല മൊട്ടയടിച്ച് കോഴിക്കോട് അങ്ങാടിയിൽ കൂടി കാതിൽ കമ്മലും കടുക്കനും ധരിച്ച് നടക്കുമെന്നാണ്. അദ്ദേഹം മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുന്നും കൂടിയുണ്ട്. തങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മുഹമ്മദ് റിയാസ് വിജയിച്ചാൽ, അല്ല PV അൻവർ വിജയിച്ചാൽ ഇങ്ങനെ തല മൊട്ടയടിച്ച് കാതിൽ കടുക്കണുമിട്ട് നടക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് റിയാസ് ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ PV അൻവർ തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില അതിശോക്തികളില്ലേ എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നേരത്തെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കോൺഫിഡൻറ്റ് പ്രകടിപ്പിച്ചിരുന്നു, താൻ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ബെറ്റ്, ഒരു വാതുവെപ്പ്, മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റ് ലെവൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ അത്രത്തോളം വലിയ ശക്തമായ അടിയൊഴുക്ക് UDF അനുകൂലമായി ഉണ്ടാകുമോ എന്ന സംശയം നമുക്ക് ജനിപ്പിക്കും വിധമാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കോൺഫിഡൻറ്റ് ലെവൽ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ശക്തമായ ഒരു അടിയൊഴുക്ക് UDF അനുകൂലമായി ഉണ്ടായേക്കാം എന്ന നിഗമനം തന്നെയാണ് ജില്ലകൾ തോറും നമ്മൾ ബന്ധപ്പെട്ട ആളുകളോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ഒക്കെ കൂടിയാലോചിക്കുമ്പോഴും ചർച്ചകൾ ചെയ്യുമ്പോഴും ഒക്കെ ലഭിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ എക്സിറ്റ് പോൾ പറഞ്ഞതിനും അപ്പുറം ഒരു മഹാവിജയം UDF ഉണ്ടായേക്കാം. 2001 സമാനമായ എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ചാണക്യ അവസാനം പുറത്തുവിട്ട റിപ്പോർട്ടായിരിക്കും ഏറ്റവും അവിശ്വസനീയം. അതിൽ NDAക്ക്, BJP മുന്നണിക്ക് 3 മുതൽ 11 സീറ്റ് വരെ പറയുന്നുണ്ട്. UDF 60 മുതൽ 78 സീറ്റ് വരെയും LDF 55 മുതൽ 78 സീറ്റ് വരെയും പറയുന്നുണ്ട്. ഒരുപക്ഷെ NDAക്ക് 3 മുതൽ 11 സീറ്റ് പ്രവചിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫലം അതൊരിക്കലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയല്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ചും BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് 2 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ്. അത് രണ്ടും തിരുവനന്തപുരത്താണ്, നേമവും കഴക്കൂട്ടവും. ബാക്കിയുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലൊക്കെയും അവർ വിജയം ആ പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. നേമത്ത് മാത്രമാണ് അവർ വിജയം ഉറപ്പിക്കുന്നതെന്ന് പറയാം. കഴക്കൂട്ടത്ത് ഇലക്ഷന് മുമ്പ് ചാനലുകളുടെയൊക്കെ ഒരു പ്രവചനം അനുസരിച്ച് അവിടെ BJP സ്ഥാനാർത്ഥി V മുരളീധരൻ മുന്നിലായിരുന്നുവെങ്കിലും ഇലക്ഷൻ തന്ത്രം അറിയാവുന്ന മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവസാന നിമിഷത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ശരത്ചന്ദ്ര പ്രസാദും അവിടെ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. വട്ടിയൂർക്കാവിൽ എന്തായാലും മുൻ DGP ശ്രീലേഖ അവർ 3ാമത് തന്നെ ഫിനിഷ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ BJPക്ക് സാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് നേമവും ഒപ്പം കഴക്കൂട്ടവും മാത്രമായി അവശേഷിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് ഈ ചാണക്യയുടെ എക്സിറ്റ് പോൾ അത് യാഥാർത്ഥ്യമായി ഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്സിസ് മൈൻഡിയയുടെ ഒപ്പീനിയൻ പോളായിരിക്കാം ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളത്. കാരണം 90 സീറ്റുകൾ വരെ UDF പ്രവചിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലും ഇപ്പോൾ UDF അനുകൂലമായ ചില സാമുദായിക സമവാക്യങ്ങളും തരംഗങ്ങളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ട് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ആക്സിസ് മൈൻഡിയയുടെ 90 സീറ്റിന് UDF എന്ന ഒരു പ്രവചനം അതും കടന്ന് 100 സീറ്റിനോടനുബന്ധിച്ച് UDF പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരിക്കാം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ അവസാനം UDF ഓടിക്കയറിയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എൻ്റെ ജില്ലയാണ് തിരുവനന്തപുരം. അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും രാഷ്ട്രീയ സ്പന്ദനങ്ങളും എനിക്ക് കുറച്ചുകൂടി വ്യക്തമായി അനുഭവിച്ചറിയാൻ കഴിയും. അവിടെ UDF സാധ്യതകളില്ല എന്ന് വിലയിരുത്തിയ ചിറയൻകീഴ്,
വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൂടി UDF ഇപ്പോൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നതുണ്ട്. പ്രത്യേകിച്ചും ഇന്നും ഇന്നലെയുമൊക്കെ വർക്കലയിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് വിഭാഗീയത ഉണ്ടായി എന്ന രീതിയിൽ പ്രവർത്തകരുടെയൊക്കെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് വളരെ കൃത്യമായ പ്രചരണ തന്ത്രങ്ങളുമായി മുന്നേറി. പ്രത്യേകിച്ചും അടൂർ പ്രകാശിന്റെ നോമിനിയായിരുന്നു രമ്യ ഹരിദാസ്, ആറ്റിങ്ങൽ MP-യുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ തന്ത്രങ്ങളും ഇലക്ഷൻ മാനേജ്മെൻറ്റുകളൊക്കെ കേൾവി കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ നേതൃത്വം രമ്യ ഹരിദാസിൻ്റെ പ്രചരണങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചിറയൻകീഴ് നിയമസഭാ നിയോജക മണ്ഡലവും ഒരുപക്ഷെ UDF-ന് ലഭിച്ചേക്കാം എന്ന സ്ഥിതിവിശേഷമുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ഇലക്ഷൻ തുടങ്ങുമ്പോൾ ഒരു സീറ്റ് മാത്രമായിരുന്നു, കോവളം മാത്രമായിരുന്നു UDF-ന് പ്രതീക്ഷയെങ്കിൽ പിന്നീട് CP ജോൺ സ്ഥാനാർത്ഥിയായി വന്നതോടെ തിരുവനന്തപുരം കൂടി കിട്ടും എന്ന സ്ഥിതിയായി. പിന്നീട് കാട്ടാക്കടയും ഒപ്പം അരുവിക്കര VS ശിവകുമാറിൻ്റെ സ്ഥാനാർത്ഥിയും കൊണ്ട് UDF-ന് ലഭിക്കുമെന്നൊരവസ്ഥയായി. പിന്നീട് കാട്ടാക്കട ലഭിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് നെയ്യാറ്റിൻകര ശക്തൻ സ്ഥാനാർത്ഥിയായി വന്നതുകൂടി നാടാർ വോട്ടുകൾ ക്രോഡീകരിക്കുന്നത് കൊണ്ട് ആ സീറ്റും UDF-ന് കിട്ടും എന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പക്ഷേ കൂടുതൽ ഇലക്ഷനോട് അടുത്ത ദിവസങ്ങളിൽ UDF-ന്റെ തന്ത്രപരമായ ചില നീക്കങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കന്യാകുമാരി ജില്ലയിൽ ഒരു സീറ്റ് CSI സഭയുടെ ജനറൽ സെക്രട്ടറിയായ TT പ്രവീൺ നൽകുക വഴി തമിഴ്നാടുമായി അടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ CSI സഭയുടെ വോട്ടുകൾ UDF-ന് അനുകൂലമായി വന്നിട്ടുണ്ട്, കോൺഗ്രസിന് അനുകൂലമായി വന്നിട്ടുണ്ട്. ഒപ്പം നാടാർ വോട്ടുകൾ കൂടി ചേരുമ്പോൾ അവിടെ വലിയ സമവാക്യം UDF-ന് അനുകൂലമായി വന്നിട്ടുണ്ട്. മാത്രമല്ല നാടാർ സമുദായത്തിൽ ഒരു മന്ത്രി എന്ന ഉറപ്പ് UDF നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാടാർ സമുദായത്തിന് പ്രാതിനിധ്യമുള്ള, അവർക്ക് വലിയ വോട്ട് ബാങ്കുള്ള പാറശാല, നേമം, നെയ്യാറ്റിൻകര, ആര്യനാട്, കാട്ടാക്കട മണ്ഡലങ്ങളിൽ UDF-ന് നേട്ടമുണ്ടാക്കുവാൻ കഴിയും എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ UDF-ന് തെക്കൻ ജില്ലകളിലും വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യ പോൾ പറഞ്ഞതിനേക്കാൾ അവരാണ് 90 സീറ്റ് പറഞ്ഞത്. അതും കഴിഞ്ഞ് ഒരു പക്ഷേ UDF 100 സീറ്റിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷേ 100 സീറ്റിൽ UDF എത്തുകയാണെങ്കിൽ അത് VD സതീശൻ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുന്നതിന് തുല്യമാകും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരുപക്ഷെ 80, 70, 80 ഇടയ്ക്ക് സീറ്റാണെങ്കിൽ ആ ചാൻസ് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് പോകും. കാരണം 2 തവണ 10 വർഷമായി തുടർച്ചയായി ഉണ്ടായ ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ജനവികാരം, അത് വളരെ ചെറിയൊരു മാർജിനിൽ മാത്രമാണ് വിജയമായി UDF ലഭിക്കുന്നതെങ്കിൽ ആ ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് പോകും. വലിയൊരു മെജോറിറ്റിയാണ് UDF ലഭിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം VD സതീശനെ തേടിയെത്താം എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒക്കെയും പ്രസ്താവനകൾ VD സതീശനെതിരെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ അവസരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ നമ്പണ്ട എന്ന് തന്നെ UDF നേതൃത്വം തീരുമാനിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ സപ്പോർട്ട് ഒരിക്കലും UDF ലഭിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തിൽ. അദ്ദേഹം ശരീരം LDF-ലും മനസ്സ് NDA-യിലും BJP-ക്കും ഒപ്പമായിരുന്നു എന്നൊരു പ്രത്യേകത കൂടി പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.